ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലാണ്. മെട്രോ കാണുമ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ കൊച്ചി മെട്രോയിൽ കയറിയിട്ട് നമ്മളിപ്പോൾ പോകാൻ പോകുന്നതെന്ന് പറയുന്നത് ഇടപ്പള്ളി ചർച്ചിലോട്ടാണ്. അപ്പം കൊച്ചിയിലുള്ള ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഇടപ്പള്ളി ചർച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഗീവർഗീസ് പുണ്യാളൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ക്രിസ്മസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് അലങ്കരിക്കാറുണ്ട്. അപ്പം ക്രിസ്മസിൻ്റെ ആ ഒരു വൈബൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇടപ്പള്ളി ചർച്ചിലോട്ട് ആണ് പോകുന്നത്. അപ്പോൾ ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ മെട്രോ ഇറങ്ങിയിട്ട് നമ്മൾ എക്സിറ്റിലോട്ട് പോവുകയാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതാണ് ഇടപ്പള്ളി ചർച്ച് വരുന്നത്. നല്ല മനോഹരമായിട്ടിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടപ്പള്ളി ചർച്ച് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫുള്ള് യൂസ് ചെയ്തേക്കുന്നത് വാം ലൈറ്റ്സ് ആണ്. അപ്പോൾ ഇപ്പം ന്യൂ ഇയർ ആയിരുന്നാലും ക്രിസ്മസ് ആയിരുന്നാലും നമുക്ക് ഈ വാം ലൈറ്റിൽ ഡെക്കറേഷൻ ഭയങ്കര ഭംഗിയാണ്. അത് ഒരു ന്യൂ ഇയർ ക്രിസ്മസിൻ്റെയൊക്കെ ഫീൽ എന്ന് പറയുന്നത് വാം ലൈറ്റിൻ്റെ ആ ഒരു ഡെക്കറേഷനാണ്. ഇപ്പോൾ നിയോൺ ബൾബായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ LED വച്ചിട്ട് ഉള്ളതായിരുന്നാലും വാം ലൈറ്റ് കുറച്ചുകൂടെ ഒരു രാത്രി കുറച്ചുകൂടെ നല്ലൊരു ഒരു ആംബിയൻസ് കിട്ടും നമുക്ക്. ന്യൂ ഇയറിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്മസിൻ്റെയൊക്കെ ഒരു ആംബിയൻസ് നമുക്ക് തരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇടപ്പള്ളി ന്യൂ ചർച്ചാണ്. ഇപ്പുറത്ത് ഓൾഡ് ചർച്ചുണ്ട്. അപ്പോൾ രണ്ടിടത്തും അത്യാവശ്യം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ന്യൂ ചർച്ച് നല്ല കിടിലനായിട്ടാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് പൊളിയാണ് കേട്ടോ. അത് മാത്രമല്ല ഈ ന്യൂ ചർച്ച് നമുക്ക് രാവിലെ ആയിരുന്നാലും വന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പ്രത്യേകതരം ആർക്കിടെക്ചറാണ്. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. അപ്പം ട്രിവാൻഡ്രത്ത് നമ്മുടെ ഒരു ഐക്കോണിക്കായിട്ട് നമ്മളെപ്പോഴും പോകുന്നൊരു ചർച്ച എന്ന് പറഞ്ഞാൽ വെട്ടുകാട് പള്ളിയാണ്. പക്ഷേ വെട്ടുകാട് പള്ളി ഒരു കണ്ടംപററി സ്റ്റൈലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇടപ്പള്ളി ചർച്ച് കുറച്ചുകൂടെ ആ ഒരു ആർക്കിടെക്ചർ സ്റ്റൈല് കുറച്ച് നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾഡ് ചർച്ചാണ്. ഓൾഡ് ചർച്ചിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ലൈറ്റ് കേവും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു സെറ്റപ്പ്, അതായത് ഈ സ്റ്റാറിൻ്റെ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കര സെറ്റായിട്ട് തോന്നി. അതായത് നമ്മൾ സാധാരണ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഓരോ രൂപങ്ങളാണല്ലോ കാണുന്നത്. ഇതൊരു അടിപൊളിയായിട്ടൊരു ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ വന്ന് നിന്ന് കാണാനും നല്ല രസമാണ്. നമുക്ക് വീഡിയോ എടുക്കുമ്പോഴും നല്ലൊരു ഭംഗിയായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഇത് പള്ളിയുടെ മുന്നിൽ തന്നെയുള്ളൊരു സെമിത്തേരിയാണ്. അവിടെ പ്രിയപ്പെട്ടവരുടെ കല്ലറയ്ക്കൊക്കെ മുന്നിൽ ഒരുപാട് ആൾക്കാർ കൊണ്ട് പൂച്ചെണ്ടുകളും മെഴുകുതിരികളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണുള്ളത്. പക്ഷേ നല്ലൊരു ഭംഗിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർ കറക്റ്റ് ഒരു ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് ഇതുപോലുള്ള കാര്യങ്ങൾ സമയത്തൊക്കെ അവരെ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുന്നൊരു സമയം കൂടെയാണല്ലോ. അപ്പോൾ പൂച്ചെണ്ടുകളും ഇതൊക്കെ വെച്ചിട്ട് അവർ പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാഴ്ചയായിട്ട് തോന്നി. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇടപ്പള്ളി ചർച്ച് എന്ന് പറയുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രം കൂടെയാണ്. അപ്പം ഇടപ്പള്ളി പുണ്യാളനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പാർക്കിങ് നല്ല രീതിയിൽ ഉണ്ട്. പള്ളിക്ക് പരിസരത്ത് തന്നെ ഒരുപാട് പാർക്കിംഗ് ഉണ്ട്. പക്ഷേ അതിനകത്ത് തീർത്ഥാടനത്തിന് വരുന്ന ആൾക്കാർ മാത്രമാണ് അകത്ത് കയറി പാർക്ക് ചെയ്യാവുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരുക്കിക്കുന്ന, അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ഒരുക്കിക്കുന്ന പാർക്കിങ്ങാണ്. അത്യാവശ്യം ഒരുപാട് കാറുകളും മറ്റു കാര്യങ്ങളൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് ഇടപ്പള്ളി ഓൾഡ് ചർച്ചാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് അവരുടെ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അത്ഭുത പ്രവർത്തനങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ റാമ്പ് കയറി ഫസ്റ്റ് പോകുന്നതെന്ന് പറയുന്നത് ഈ ന്യൂ ചർച്ച്, പുതിയ ചർച്ചിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. സോ ആ ഒരു വഴി നല്ല രസമാണ്. ആ ചർച്ച് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. അത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മളത് ഒരു എന്താ പറയുക, LED ബൾബൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഭംഗി കിട്ടുമെന്ന് അറിയത്തില്ല. ഇത് പക്ഷേ ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, അത് നമ്മളിപ്പം വെട്ടുകാട് ചർച്ച് പെരുന്നാൾ സമയത്തും ഇതേപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യുക, അത് നല്ലൊരു ഭംഗിയാണ്. സോ അത് നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. സോ ആ പള്ളിയുടെ മൊത്തത്തിലുള്ള ഒരു രൂപം ഭയങ്കര ഭംഗിയാണ്. അവിടെ വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്.
ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ഇടപ്പള്ളി ചർച്ചിൽ ഒരു തീർത്ഥാടനത്തിന് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ എത്താൻ ഭയങ്കര ഈസിയാണ്. ഈസി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിറങ്ങുന്നതെങ്കിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിറങ്ങുന്നത് അതിൽ നിന്ന് ഒരു കുറച്ച് ദൂരം നടന്ന ഒരു 200-300 മീറ്റർ നടന്നാൽ തന്നെ നമുക്ക് മെട്രോ സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ സൗത്ത് സ്റ്റേഷനിലാണ് വന്നിറങ്ങുന്നതെങ്കിൽ സൗത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അതിനകത്ത് കയറുക. എന്നിട്ട് ആലുവ ഭാഗത്തോട്ട് ഉള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കുക. നമ്മൾ ഇതിൽ ടിക്കറ്റ് എടുക്കുക, അതായത് ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിലോട്ട് ടിക്കറ്റ് എടുക്കുക, അവിടെ ഇറങ്ങുക. ആ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 800 മീറ്റർ നടന്നാൽ തന്നെ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഇപ്പം നിങ്ങൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നതെങ്കിൽ ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷനിൽ കയറാം. ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് ഇതുപോലെ തന്നെ ആലുവ ഭാഗത്തോട്ട് ഉള്ള പ്ലാറ്റ്ഫോമിൽ കയറുക. ടിക്കറ്റ് എവിടെ ഇടപ്പള്ളിക്ക് ടിക്കറ്റ് എടുക്കുക, നിങ്ങൾക്ക് ഇങ്ങോട്ട് സുഖമായിട്ട് വരാൻ പറ്റും. സോ അങ്ങനെ പിന്നെ ഇപ്പോൾ നിങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിലാണ് വന്നിറങ്ങുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് ദൂരം നടക്കാൻ പറ്റുവാണെങ്കിൽ നടന്ന് MG റോഡ് മെട്രോ സ്റ്റേഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ MG റോഡ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇടപ്പള്ളിയിലിട്ട് ടിക്കറ്റ് എടുക്കാം. എല്ലാം ആലുവ ഭാഗത്തോട്ടാണ്, അത് അവിടെ നിന്നെല്ലാം വരുന്നതെല്ലാം ആലുവ ഭാഗത്തോട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റും. ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമുക്ക് വേറെ ഈ പ്രൈവറ്റ് ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ ഒക്കെ അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു കൺജസ്റ്റഡ് ഫീലിംഗ് ഒന്നും വരില്ല. മെട്രോ സത്യം പറഞ്ഞാൽ കൊച്ചിക്കാർക്ക് ഭയങ്കര ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു യാത്രയാണ്. ഇപ്പം ഞാനായിരുന്നാലും കൊച്ചിയിൽ പേഴ്സണലി പല ആവശ്യങ്ങൾക്ക് വരുമ്പോഴത്തേക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത് മെട്രോ ആണ്. നമുക്ക് റോഡിൻ്റെ കൺജഷനോ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഭംഗിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ് ഒന്ന് 1-2 പ്രാവശ്യം ഒന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു രീതികളൊക്കെ ഒന്ന് പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊളിയാണ്. അപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ നമ്മൾ കയറി ഒന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയ സമയത്ത് ഇതാണൊരു കാഴ്ച. എൻ്റെ ഫ്രണ്ടിലൊരു ചെറിയൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും വാം ലൈറ്റ് വെച്ച് തന്നെ സെറ്റ് ചെയ്തേക്കുന്ന സാധനമാണ്. അത് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഒരുപാട് ഒരുപാട് ഫാമിലീസ് ഈ കാഴ്ചകൾ കാണാൻ വരുന്നുണ്ട്. അതൊരു രസമാണ്. പക്ഷേ വരുന്നതെല്ലാം തന്നെ വളരെ മാന്യമായിട്ടൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു പള്ളിയുടെ ഫ്രണ്ടിലാണല്ലോ, അപ്പം പള്ളിയുടേതായിട്ടുള്ള ഒരു ഇത് അവർ ചെയ്യുന്നുണ്ട്. ഒരു വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ വേറെ ബഹളം കൂട്ടുകയൊന്നും ചെയ്യുന്നില്ല. സോ അതൊരു ഭയങ്കര ഒരു രസകരമായിട്ടൊരു കാഴ്ചയായിട്ട് തോന്നി, പ്രത്യേകിച്ചും ഫാമിലിയായിട്ട് വരുന്നവർ. പിന്നെ പള്ളിക്കകത്ത് ഒരുപാട് പേരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ആ പള്ളിക്കകം ഭയങ്കര ഒരു കാം പ്ലേസാണ്. നമുക്ക് എന്തെങ്കിലും ഭയങ്കര ഒരു വിഷമോ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് നേരം അവിടെ റിലാക്സ് ചെയ്തിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആയിരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു രസമാണ് കേട്ടോ. ഈ ഒരു പ്ലേസും ആംബിയൻസും ഒക്കെ ഭയങ്കര രസമാണ്. പിന്നെ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ നമുക്ക് മെട്രോ സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. വാട്സപ്പ് വഴി ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കൊടുത്തേക്കാം. അതിനകത്തൊന്ന് ഹായ് അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ലിങ്ക് വരും. അതിൽ നിങ്ങൾക്ക് ഏത് സ്റ്റേഷനിലാണ് എൻട്രി ചെയ്യുന്നത്, ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കൊടുത്ത് അതിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള അലങ്കാരപ്പനകളാണ് കേട്ടോ. അലങ്കാരപ്പനകളിൽ ഒരു ലൈറ്റ് ചെയ്തേക്കുന്ന നല്ല ഭംഗിയാണ്. അതായത് അതും നേരത്തെ പറഞ്ഞല്ലോ, വാം ലൈറ്റിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, അത് ആ പനയോലകളിലൊക്കെ തട്ടി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്.
ഞാൻ മെട്രോയിലാണ് ഇതുവഴി വന്നത്. അപ്പം മെട്രോ നിങ്ങൾക്ക് ഇടയ്ക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അവിടെ ഇരുന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പെട്ടെന്ന് നമ്മളെ കണ്ണ് ആകർഷിക്കുന്നത് ആ പനകളിലാണ്, ആ പനയോലകളിലാണ് കണ്ണ് ആകർഷിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ, അത് ദൂരെ നിന്ന് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു ലുക്ക് ഇതാണ് കേട്ടോ. ആ ഒരു പള്ളിയുടെ ഫ്രണ്ടും ആ കാഴ്ചകളുമൊക്കെ ഇങ്ങനെയാണ്. നല്ലൊരു അന്തരീക്ഷം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണല്ലോ. അപ്പം രാത്രി നല്ല തണുത്ത കാലാവസ്ഥ, നല്ല അന്തരീക്ഷം, അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ പള്ളിയിലെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ലുലു മാൾ കാണാൻ പറ്റും. ലുലു മാളിലാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ചെറിയ ഷോപ്പിങ്ങും സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ലുലു മാളുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ ഒരു ഇന്ത്യ മാളോ അങ്ങനെ എന്തൊരു മാളുണ്ട്. അങ്ങനെ മോൾസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ അത്യാവശ്യം കൺജസ്റ്റഡ് ഏരിയ ആണ്. അതായത് റോഡ് വഴി വരികയാണെങ്കിൽ നമുക്ക് നല്ല ടയേർഡാവും. പിന്നെ മാക്സിമം മെട്രോ യൂസ് ചെയ്താൽ അടിപൊളിയാണ്. ഇപ്പം ഞാൻ തന്നെ കാറിൽ വന്നിട്ട് ഹോട്ടലിലിട്ടിട്ട് മെട്രോയിലാണ് യാത്ര ചെയ്തത്. സോ അടിപൊളിയാണ്. അപ്പോൾ അതാണ് മൊത്തവും ഇവിടുത്തെ ഒരു കാഴ്ച സെറ്റപ്പ് എന്ന് പറയുന്നത്. നല്ലൊരു ക്രിസ്മസ് വൈബ് തന്നെ ഉണ്ട്, അടിപൊളിയാണ്. വന്ന് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇടപ്പള്ളി പള്ളിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പെല്ലാം ഇതാണ്, നല്ല രസമാണ്, എൻജോയ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ഫാമിലിയായിട്ടൊക്കെ വന്ന് അപ്പോൾ എല്ലാവരും വന്നൊന്ന് അടിച്ച് പൊളിക്കുക, ക്രിസ്മസൊക്കെ വന്ന് അടിച്ച് പൊളിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ലുലു മാൾ ഉണ്ടെന്ന്. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെയും കൂടെ ഒന്ന് കയറും. അപ്പോൾ വീഡിയോയുടെ അവസാനം നമ്മൾ ലുലു മാളിലുള്ള കുറച്ച് കാര്യം 2-3 ക്ലിപ്പും കൂടെ ഇടും. കാരണം അതിനകത്ത് വലിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ. നമ്മളെ ആകെ പോകുന്നത് അവിടുത്തെ ഒരു ഡെക്കറേഷനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ലുലുവിൻ്റെ അകത്ത് എല്ലാ വർഷവും ഓരോ വിശേഷ സമയങ്ങളിലും ഡെക്കറേഷൻസ് ഉണ്ടാവുമല്ലോ, അത് എനിക്കിഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോണതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ആ ഒരു വീഡിയോയും കൂടെ ഒരു 2 ക്ലിപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ ക്രിസ്മസ് കാഴ്ചകളാണ്, അത് ഒരുപാടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ട്രിവാൻഡ്രത്തിൻ്റെ ക്രിസ്മസ് കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ. The Christmas tree's on fire, Santa's holding the lighter. My parents are both liars, I got gifts but 1 subscribers. Thanks for the candy basket, oh got another jacket. My stocking's filled with acid, am I dreaming? What just happened?